ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിത്തോസനാണ്, ഫിൻലാൻഡിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എൻ്റെ അവിടെ നിന്ന് മാറി വേറൊരു പ്ലേസിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കോട്ട്ക എന്നാണ്. എൻ്റെ അവിടെ നിന്ന് ഒരു മണിക്കൂർ 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, അപ്പോൾ അവരെ കാണണം, അങ്ങനെയൊക്കെയായിട്ട് വന്നു. അപ്പോൾ ഇവിടെ നല്ല പ്ലേസാണ്, കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സോറി, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും. ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ അവിടുത്തെ പോലെയുള്ള സെറ്റപ്പുകളൊന്നും ഇവിടെ ഇല്ല. കുറച്ച് ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കുറേ ബോട്ടുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്ലേസുകൾ, പിന്നെ ചുറ്റും വെള്ളമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലേസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പ്ലീസ് വാച്ച് മൈ ചാനൽ, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. ഓക്കെ, പ്ലീസ് വാച്ച്. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് കാണുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ നിന്നിട്ടാണ്. അതിൻ്റെ ഒരു പാറക്കല്ലൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ മേലെ നിന്നിട്ട് അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. നിറയെ മരങ്ങളാണ്, അതുപോലെ പാറകളുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പാറകൾ തന്നെയാണ്. ഇത് ആണ് വെള്ളം ഇത് പൈപ്പ് വഴി ഇത് ഇവിടെ അടിച്ചിട്ട് നിറച്ചിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് വെള്ളം ഒലിച്ച് താഴത്തോട്ട് വീഴുന്ന രീതിയിൽ ഇവർ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ആ വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കാണുന്നത്. നല്ല രസമാണ്. താഴെ നിന്നൊക്കെ നോക്കിയിട്ട് നോക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ട്, അതൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അവർ. അത് വീഴാനായിട്ട് ഒരു നല്ല ഭംഗി കിട്ടാനായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ കോട്ട്ക എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഞാൻ ശനിയാഴ്ചയാണ്, ആക്ച്വലി ലാസ്റ്റ് സാറ്റർഡേ ആണ് വന്നത്. എനിക്ക് വ്ളോഗ് ഒന്നും ഇടാനായിട്ട് സമയം കിട്ടിയില്ല. വന്നിട്ട് റൂമിലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി എയർപോർട്ടിൽ നിന്ന് വരുന്ന ദിവസമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നാണ് എനിക്ക് സമയം കിട്ടിയത്. താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല സീനറിയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. നല്ല രസമാണ്. മരത്തടിയാണ് സ്റ്റെപ്പുകൾ. കമ്പി സൈഡിൽ വെച്ചിട്ടുണ്ട് അവർ. കുറേ കൂടുതലും മരം കൊണ്ട് തന്നെയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള പ്രകൃതി പ്രശ്നങ്ങൾ, അതുപോലെ ഉള്ള മഴ, പിന്നെ കാറ്റ്, ഇതുപോലെ പ്രകൃതിയുടെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ഡേഞ്ചറസ് ഒന്നും ഇവിടെ ഇല്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ക്ലൈമറ്റായിരുന്നു അന്ന്. അധികം തണുപ്പില്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഒരു ആർച്ച് ആയിട്ടുള്ളൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അവിടെ 2 യൂറോപ്യൻസ് നിൽക്കുന്ന കണ്ടു. അതാ കുറുക്കൻ്റെ ഇതുണ്ടാക്കിയിട്ടുണ്ട്, പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. കാണാൻ രസമുണ്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു ആർച്ച് കൊണ്ട് ഒരു പാലം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. നല്ല പാറകളൊക്കെ അടക്കി വെച്ച് നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായി. താഴെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. അവിടെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോയി നിൽക്കണമെങ്കിൽ നിൽക്കാം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സുഖമായിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ പോയി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ഈ ഏരിയ അങ്ങനെ എൻഡായി. അവിടെ ഇങ്ങനെ നടക്കാനുള്ളൊരു പാതയാണ്. അവിടെ നടക്കണവരൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് നടക്കണവർ, വൈകുന്നേരം നടക്കണവർ ഇതിലേക്ക് നടക്കും. നല്ല രസമാണ് സീനറി കാണാനായിട്ട്. അതുപോലെ ഒരു തടാകമുണ്ട് ഇവിടെ, ലേക്കാണ് കാണുന്നത് നിങ്ങൾ. അതുപോലെ ഞാൻ തിരിച്ച് നടന്നു. അത് കഴിഞ്ഞു
നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ആയിരുന്നു. അത് കഴിഞ്ഞു. ആ പാലത്തിൽ ഞാൻ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് നീങ്ങി അതിലെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതായത് ഇപ്പോൾ മഞ്ഞ് വീഴാറായി കൊണ്ട് ഇലകളൊക്കെ ചെറിയ കളറ് വരും, നല്ല കളറ് വരും. പച്ച ഇലകൾ കളറ്, ചുമപ്പ കളറ്, അതുപോലെ മഞ്ഞ കളറ്, അങ്ങനെയൊക്കെ ആയിട്ട് കളറുകൾ മാറും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒക്കെ കാണാൻ നല്ല നല്ല ക്ലീൻ വാട്ടറാണ്. ഇവർ ഫിൻലാൻഡുകാർ ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ ശുചീകരിച്ചിട്ടാണ് ഞങ്ങൾ വെള്ളം കുടിക്കണത്. അപ്പോൾ ഇവിടെ വേറൊരു ആർച്ച് കൊണ്ടുള്ള ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. നല്ല ഭംഗിയുണ്ട് ആ പാലം കാണാനായിട്ട്. മരത്തടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ കുറേ ബോട്ടുകൾ കണ്ടു ഞാനവിടെ, മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടുകൾ. അവിടെ പ്രകൃതി ദുരന്തങ്ങൾ അധികം കുറവാണ്, അതുകൊണ്ട് അത് ഇല്ലയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള കൺട്രി, വളരെ നീറ്റായിട്ട് കൺട്രി, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ക്രൈമും ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. താറാവങ്ങളെ കണ്ടു ഞാൻ കുറച്ച്. അതേപോലെ ഒരു ചെറിയൊരു തടാകം ഇവിടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അതിൻ്റെ മേലെ കയറി താഴത്തോട്ട് വന്നു. ഞാൻ താഴെ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അവർ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു തടാകം അവിടെ കല്ലൊക്കെ വെച്ച് ഇങ്ങനെ അടക്കി വെച്ച് അവർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് ഒറിജിനാലിറ്റി പോലെ കാണാനായിട്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ടുകൾ. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്, ഗവൺമെൻറ് ബോട്ടുകളല്ല. അതിൽ നടന്ന് അവർ അത് എടുത്തോണ്ട് പോവും. ഒക്കെ മരം കൊണ്ടാണ്, പകുതി ബോട്ടുകളും മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അലുമിനിയം ബോട്ട്സ് ഉണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഇതിപ്പോൾ ഞാൻ കടലിൻ്റെ ഇവിടുത്തെ ഇത് കടൽ തന്നെയാണ്, പക്ഷേ തിരമാല കുറവാണ്. നമ്മുടെ നാട്ടിലത് പോലത്തെ ഓഷനല്ല. വേണ്ട, താറാവുകളുണ്ട് ഇഷ്ടം പോലെ. ഫിൻലാൻഡിൽ താറാവുകളുണ്ട്. അതേപോലെ കണ്ടോ, ഇത് ഒക്കെ ബോട്ടുകൾ. ഇത് ഒരു മരം, മുകളിൽ മാത്രം മരം, ബാക്കിയുള്ളതൊക്കെ ഇരുമ്പാണ്. നല്ല വൃത്തിയുണ്ട് ബോട്ട് കാണാനായിട്ട്. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്, ഓരോരുത്തരുടെ ആളുകളുടെ ബോട്ടുകൾ തന്നെയാണ്. ഇത് കൊണ്ട് അവർ നടുക്ക് ഒക്കെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവർക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇവർക്കില്ല ഫിൻലാൻഡുകാർക്ക്. സ്കീയിങ് അതേപോലെ ഹോക്കി, ഐസ് ഹോക്കി, അങ്ങനെയൊക്കെയുള്ള ഓരോ വിനോദങ്ങളാണ്. ഇപ്പോൾ ഇനി ഇവർ വിൻ്ററായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അവസാനിക്കും. അത് കാരണം എല്ലാവരും നല്ല എൻജോയ് തന്നെ ചെയ്യും. സമ്മർ ടൈമിൽ ഭയങ്കര എൻജോയ്മെൻറ്റ് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. നല്ല നല്ല ഭംഗിയുള്ള ബോട്ടുകളാണ്. അത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബോട്ടുകൾക്ക് പേരുകളുണ്ട്, ഓരോരുത്തരുടെ പേരുകൾ ഇട്ടിട്ടുണ്ട്, നമ്പറുണ്ട് ബോട്ടിന്. ഫിൻലാൻഡിലെ കൊടിയുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല നീല കളറാണ് വെള്ളം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നല്ല കളറുകൾ വ്യത്യാസപ്പെടുന്നുണ്ട്. നല്ല ആകാശമൊക്കെ നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ നടന്ന് കുറേ ദൂരത്തേക്ക് നടന്നു. അന്ന് ഇഷ്ടംപോലെ ബോട്ടുകൾ കാണാനായിട്ട് നല്ല ഭംഗിയായതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കണ്ടു. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഇവിടെ അടുത്തൊരു വലിയൊരു നമ്മുടെ നാട്ടിലെ മ്യൂസിയം പോലൊരു വലിയൊരു കെട്ടിടം കണ്ടു. ഞാൻ വിചാരിച്ചു ഇത് മ്യൂസിയം അങ്ങനെയുള്ള പോലത്തെ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു ഞാൻ. എന്നിട്ട് നടന്ന് ഞാൻ അങ്ങോട്ട് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മ്യൂസിയം അല്ല, ഇവിടുത്തെ നൈറ്റ് ക്ലബ്ബാണ്. നൈറ്റ് ക്ലബ്ബ് ഇത് കണ്ടോ നിങ്ങൾ, നൈറ്റ് ക്ലബ്ബാണ് ഇത്. നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ രാത്രിയുള്ള ക്ലബ്ബ്. നമ്മുടെ നാട്ടിലത്തെ പോലെ, നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ യൂറോപ്യൻ നാടുകളിൽ ഇങ്ങനെയാണ്. നൈറ്റ് ക്ലബ്ബ്, പബ്ബ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു നൈറ്റ് ക്ലബ്ബാണ് അത്. അത്രയും വലിയൊരു ആ സ്ഥലം മുഴുവൻ ആ നൈറ്റ് ക്ലബ്ബാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല പച്ച പിടിച്ച സ്ഥലമാണ്. നല്ല
ഇപ്പോൾ തണുപ്പല്ല, ഇപ്പം നല്ല ക്ലൈമറ്റാണ്. അത് കാരണം കോട്ടൊന്നും ഇടാതെ സുഖമായിട്ട് നടക്കാനായിട്ട് പറ്റി ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ഈ മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് വിൻ്ററാവും. പിന്നെ ഇവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും കാണാൻ. നമുക്കൊന്നും വരാനും കൂടി തോന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഒന്ന് പോയി കാണാനൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാ വീക്കെൻഡും ഇവിടെ ടൂർ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും അടുത്ത നെക്സ്റ്റ് വീക്ക് വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നങ്കൂരം, പഴയ നങ്കൂരാണ്. വളരെയധികം പഴയത് തന്നെയാണെന്ന് തന്നെ പറയാം. വളരെയധികം പഴയത്. അത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അത് പഴയതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. പഴയത് എന്ന് പറയുമ്പോൾ ആ പഴയതിൻ്റെ ഒരു ഇത് കാണാനായിട്ട് നല്ല രസമാണ്. അതിൻ്റെ ഇരുമ്പിൻ്റെ അത് വിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് പോയിട്ടും നല്ല ഒരു ഭയങ്കര ഒരു രസമാണ് പഴയ സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ. ഇത് കണ്ടോ, അതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടുകളിലേക്ക് കടക്കാം. പക്ഷെ ബോട്ടുകളിലേക്ക് കടക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പാലം അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവർ. അങ്ങനെ ഒരു പാലം അവിടെ വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അത് പ്രൈവറ്റ് കമ്പനികളിലേക്ക് പ്രൈവറ്റുകാർക്ക് മാത്രമേ കടക്കാൻ പ്രവേശനമുള്ളൂ. ബോട്ടിൻ്റെ അവകാശികൾക്ക് മാത്രം. അവർക്ക് താക്കോലുണ്ടാവും കയ്യിൽ. ഇതിപ്പോൾ ഞാൻ പോണ വഴിയിൽ ഒരു പാളം, റെയിൽ പാളം കണ്ടു. അതിൽ ഒരു പഴയ ട്രെയിൻ, വളരെ വളരെ പഴയത് തന്നെ പറയാം. അപ്പോൾ അതിൽ മരം കൊണ്ടാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇരുമ്പല്ല, മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ അതങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഷിപ്പുകൾ, ഈ ബോട്ടുകളൊക്കെ നന്നാക്കുന്ന ഒരു യാർഡാണ്. അത് ബോട്ടുകൾ വലിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അതുമുണ്ട്. അതൊരു യാർഡാണ്. ആ യാർഡിലേക്ക് കയറ്റിയിട്ടാണ് ബോട്ടുകളൊക്കെ നന്നാക്കുന്നത്. അത് വലിയൊരു യാർഡ് തന്നെയാണ്, വലിയൊരു യാർഡാണ്. പ്രവർത്തനം ഇപ്പോൾ ഇല്ല. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫിഷ് വളർത്തൽ കേന്ദ്രമുണ്ട്, അക്വേറിയം ഉണ്ട്. അതൊന്നും പോകാൻ പറ്റിയില്ല. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ മുടക്കായിരുന്നു. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. നല്ലൊരു അക്വേറിയം തന്നെയായിരുന്നു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ ഒരു ബോട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതുപോലെ ഒരു ചെറിയൊരു ഏരിയ അവിടെയുണ്ട്, ഒരു ദ്വീപ് പോലെ. അവിടെയൊക്കെ അവർ പോയിരിക്കും. രാത്രിയാകുമ്പോൾ അവിടെയൊക്കെ അങ്ങനെയുള്ള ദ്വീപുകളിലൊക്കെ പോയിരുന്ന് അവർ അവിടെ ബ്രൈ ചെയ്ത് നന്നായിട്ട് നല്ല എൻജോയ് ചെയ്യും ജീവിതം. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ലൈഫ്. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടാണ് പോകുന്നത്. നല്ല ക്ലീൻ വെള്ളമാണ്. വെള്ളം അങ്ങനെ തിരമാലയൊന്നും ഇല്ലാത്ത വെള്ളമാണ്. അങ്ങനെ ഡേഞ്ചറസ് ഒന്നും ഇല്ല ഇവിടെ. അതേപോലെ സ്വന്തമായിട്ട് പെട്രോൾ അടിക്കണം. ഇവിടെ എല്ലാവരും സ്വന്തമായിട്ടാണ് പെട്രോൾ അടിക്കുക. കണ്ടോ, പെട്രോൾ പമ്പ്, പെട്രോളിന് നമുക്ക് സർവീസ് മാനും അങ്ങനെ ഒന്നും ആരുമില്ല ഇവിടെ. നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. അതുപോലെ കാറിന് പെട്രോൾ അടിക്കായാലും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. സർവീസ് സെൻറ്ററിൽ സർവീസ് മാൻ ഇല്ല, പെട്രോൾ അടിച്ചാൽ അവിടെ ആരുമില്ല. അങ്ങനെയാണ് യൂറോപ്പിൽ സിസ്റ്റം അങ്ങനെയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പെട്രോൾ അടിക്കാം. നമുക്ക് വണ്ടിയിൽ, നമ്മുടെ ബോട്ടിൽ, നമുക്ക് സ്വന്തമായിട്ട് ബോട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെട്രോൾ അടിച്ച് ഉപയോഗിക്കാം. പെട്രോളുണ്ട്, ഡീസലുണ്ട്. ഇതാണ് പെട്രോൾ പമ്പ്, ഇവിടുത്തെ ബോട്ടുകൾ ഉപയോഗിക്കുന്ന പെട്രോൾ പമ്പ്. ഓക്കെ. പിന്നെ ഇതിലെ അങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ അറ്റം എത്തിയിട്ട് നമുക്ക് കാണാം. ആ സെൻറ്ററിൽ വരെ എത്തിയിട്ട് കാണാം. അപ്പോൾ അവിടെ അടുത്തൊരു ഞാനൊരു ചെറിയൊരു ഇത് കണ്ടു, ഫ്രൂട്ട്സ് കണ്ടു. ഇത് ചെറിയാണ്. നമ്മുടെ നാട്ടിലെ ചെറിയാണ്. കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ചെറിയുടെ പോലെയല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. ചെറിയാണ് ഇത്. മൊത്തം ചെറി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഞാൻ പൊട്ടിച്ച് നോക്കി, അത് കൺഫേം ചെയ്തു. പിന്നെ ഗൂഗിൾ സ്കാൻ ചെയ്തിട്ട് ലെൻസ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് തന്നെയാണ് എന്ന് മനസ്സിലായി. അതേപോലെ കുറേ ആപ്പിളുകൾ, കുറേ ആപ്പിൾ മരം, ഇവിടെ ഒരു ആപ്പിൾ മരമല്ല, കുറേ ആപ്പിളുകളുണ്ട്. ഇത് ആപ്പിൾ തന്നെയാണ്, ചെറിയ ആപ്പിളാണ്, വലിയ ആപ്പിളല്ല. നല്ല ടേസ്റ്റുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കി,
1 2 3 പൊട്ടിച്ച് കഴിച്ചു നോക്കി. നല്ല ചുമന്ന നിറമുള്ള ആപ്പിൾ പൊട്ടിച്ചിട്ട് കഴിക്കുക. അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവും. ബാക്കിയൊക്കെ പച്ചയാണ്. ഞാൻ പൊട്ടിച്ച് കഴിച്ചു. ഫ്രഷ് ആപ്പിൾ, ഒരു ഇതുപോലും വിഷാംശം പോലും ഇടാത്ത ആപ്പിളാണ്. ഇവിടെ ഒരു ആപ്പിൾ മരമല്ല, കുറേ മരങ്ങളുണ്ട്. വെറുതെ വീണെടുക്കണം, അവിടെ ആർക്കും വേണ്ട. കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് മൊത്തം ചുമന്നിരിക്കണം, അത് മൊത്തം പഴുത്തിരിക്കുകയാണ്. അത് തൊട്ടപ്പം വീഴും, അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ എൻ്റെ ഓവറായി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.